ഹലോ, അതെ ഞങ്ങള് നാല് പേരായിട്ടുള്ള ഞങ്ങള് ഫസ്റ്റത്തെ ട്രാവലിംഗ് ആണ് കേട്ടോ. എന്താന്നറിയില്ല, ഭയങ്കര ഞങ്ങളിങ്ങനെ ഉണ്ണീണ്ടാവണേക്കാളും മുന്നേ പറയും റൂത്ത് ഉണ്ണീണ്ടായി കഴിഞ്ഞാൽ അമ്മ ഉണ്ണീനൊന്ന് മടിയിൽ പിടിക്കും, റൂത്തൊന്ന് ബാക്കിൽ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതേപോലെ അതിപ്പോ നടന്നുകൊണ്ട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഈ സമയത്ത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. സംഭവം നമ്മുടെ ഹൈക്ക് ചെറിയൊരു പനി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ അങ്കിളിൻ്റെ അവിടെ വന്നേക്കാണ് കാണിക്കാൻ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതെ നമ്മുടെ ഫസ്റ്റ് ട്രോഫി കിടന്നുറങ്ങാം, സെക്കൻഡ് ട്രോഫിയും കിടന്നുറങ്ങാണ്. അപ്പം അങ്ങനെ നമ്മൾ ബേക്കറിയിൽ നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മേടിക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ കുട്ടിയാണ്, എന്നാലും നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കസിൻസ് അല്ലേ അങ്ങനെ. ബൈ. ലാസ്റ്റ് ഞാൻ സെലക്ഷൻ മാളിക്ക് വരുന്നത് ഹൈക്ക് റോംബേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഹൈക്കുട്ടി നല്ല ഉറപ്പാണ്. എത്രയല്ല നമ്മളവിടെ കിടത്തി. ഫസ്റ്റത്തെ നമ്മളവിടെ കളിക്കാനാക്കി, പാർക്കിൽ പ്ലേ സോണിലാക്കി. ആളവിടെ, ഹായവിടെ, ഞങ്ങളിവിടെ. ഞാനിവിടെ മെയിൻ എന്തിനാ വന്നേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട്, ഡൈനാമിക് ചിക്കൻ. അതിൻ്റെ ഫോട്ടോ കാണണ്ടതില് ഇങ്ങനത്തെ ഗ്ലാസ്സിലിരിക്കണ പുറത്ത്. അപ്പം അതിനാണ് ഞാൻ മെയിൻ വന്നിരിക്കുന്നത്. അപ്പം അത് മാത്രം ഓർഡർ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. ചിക്കൻ ഗ്രാൻഡ് പറയാം. ആളെവിടെ പോയി എന്ന് നിങ്ങൾ വിചാരിക്കും. ആളിവിടെ എത്തി. നമ്മുടെ സംഭവം വന്നു ഗൈസ്. അതായത് സംഭവം ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ പാഷൻറ്റ് ഒരു മോജിറ്റോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോള് ഉറങ്ങുക തന്നെയാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് എഴുന്നിട്ട് ഇവിടെ എത്തി. നമ്മുടെ റൂത്തിനെ വിളിക്കാൻ പോയിക്കാണ് കേട്ടോ. പ്ലേ സോണിക്ക് പോയിക്കാണ് റൂത്തിനെ വിളിക്കാൻ. അങ്ങനെ വേണം. ആ യൂനി കണ്ടതിനുണ്ട്, ഇതുണ്ടല്ല, ഇത് കണ്ടില്ല. ഇതും കൂടെ എത്തിയിട്ടാണ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമ്മുടെ മോജിറ്റോ പൊളിക്കും.
റൂത്ത് വരുന്നുണ്ട് കേട്ടോ. അയ്യോ ഉറങ്ങ. മാക്സിലേക്ക് പോകാനാണ്, ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെടുക്കണില്ലല്ലോ. എഴുതെടുക്കുന്നില്ല. ഈ ബ്രൗൺ ബാഗ് എടുത്തോട്ടാ ഞാൻ. ഉണ്ണിയുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ ഉപകാരപ്പെടും. ആളുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഞാനൊരു ഷോപ്പിൽ കൊണ്ടുപോവാ. പക്ഷെ പിന്നെ മേടിക്കുന്നതൊക്കെ ഡ്രസ്സസ് എന്ന് പറയുന്നത് ആളുടെ ഷർട്ട്സ്, ടീഷർട്ട്, പാൻറ് എല്ലാതും ആൾക്കാരിക്കോട്ട് മേടിക്കുക. ഞാൻ ഷോപ്പ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ആളപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഹലോ, അപ്പൊ ഞാനൊരു ബാഗ് എടുക്കാനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ അപ്പൊ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്തുവിട്ടാ. പിന്നെ ഞാനൊന്നും ഇപ്പം എടുത്തില്ല, കാരണം എൻ്റെ ഈ ബോഡി വെച്ചിട്ട് എനിക്കൊന്നും എടുക്കാൻ തോന്നാനില്ല. എന്തായാലും എടുക്കണം. അപ്പം ഞാൻ വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പേക്ക് നമ്മുടെ ഉണ്ണി കരയല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി വിശക്കുണ്ടാവുന്നു. അപ്പം ഞാൻ തന്നെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട്, ഉറങ്ങി നല്ലൊരു ഉറക്കം ഉറങ്ങും. അപ്പോൾ ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് ആൾക്ക് പാല് കൊടുക്കാൻ വണ്ടിക്ക് വന്നേക്കാട്ടെ കണ്ട. അപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂത്ത് ഇപ്പോഴും പ്ലേ സോണിലാണ്. അപ്പോൾ അവളേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി കാണട്ടെ. എന്നെ ഇവിടെ കാറിലെടുത്ത് AC കിട്ടുന്നിട്ട് അപ്പോൾ പോയി മോളിക്ക് അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയി കാണാം. അപ്പോൾ അങ്ങനെ അപ്പോൾ കുഞ്ഞൊരു വ്ളോഗായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനും അലക്സും റൂത്തും നമ്മുടെ ഹൈയും കൂടിയിട്ട് ഉള്ളൊരു ഫസ്റ്റത്തെ ട്രാവലിംഗ് ആയിരുന്നു കേട്ടത്. മറ്റേത് ഞങ്ങൾ ട്രാവൽ ചെയ്തിരുന്നെങ്കിലും ഒന്നില്ലെങ്കിൽ ഹയ മാത്രമാവും, അല്ലെങ്കിൽ റൂത്ത് മാത്രമാവും. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ 4 പേരും മാത്രം. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം എല്ലാവരും എന്താണ് പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനിതൊരു പോസ്റ്റ് ഇട്ടു കേട്ടോ ഇൻസ്റ്റയിൽ. പോസ്റ്റ് അല്ല, ഒരു സ്റ്റോറി. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയാണ് ഇത്തിരി കുഞ്ഞു കുട്ടീനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റണേ, ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ചോദിച്ചിട്ടാ. പക്ഷെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമുക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് നമ്മൾക്ക് ഇപ്പോൾ പാല് കൊടുക്കുക അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കരയും, പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അതൊക്കെ നമ്മളൊരു ഇതായിട്ട് എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്കും പോകെ അവരും അതിനോട് സെറ്റാവും. കാരണം ഇങ്ങനെ ട്രാവലിങ്ങും കാര്യങ്ങളായിട്ട് അവനും സെറ്റാവും, നമ്മളും കുറച്ചൊക്കെ ഇങ്ങനെ പാലൊക്കെ കൊടുത്ത് നമുക്കിതൊന്നും ഒരു വലിയ വിഷയമില്ലാത്ത പോലെയാവും. പിന്നെ ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നടക്കില്ല, നമ്മൾ ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കും. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു വിധം പരിചയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു പ്രശ്നമില്ല, അങ്ങോട്ട് ഉഷാറാവും. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ റൂത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 9 o'clock കേട്ടോ. ഓക്കെ ബൈ. കളിച്ചാ പ്ലേ സോണില് കളിച്ചാ? ഫ്രണ്ട്സിനെ കിട്ടിയാ? ഓക്കെ കേട്ടോ. അപ്പൊ ബൈ പറഞ്ഞേ. ബൈ ശരിക്കും പറഞ്ഞു. നമ്മുടെ പൊന്നോങ്ങാണ് കേട്ടാ. ഇപ്പൊ നമ്മളത് അവിടെ ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. പിന്നെ മരുന്ന് മേടിക്കണം, അങ്ങനത്തെ കാര്യം. നമ്മുടെ അപ്പയും മോളും കൂടെ ഇറങ്ങിയിട്ടാണ് കേട്ടോ. എന്തൊക്കെയോ മേടിക്കണം എന്ന് പറയേണ്ട ഒത്ത്. ഞാനായ പൊന്നു ഇവിടെ ഇങ്ങനെ ഞാനൊരു കേക്ക് ഉണ്ടെങ്കിൽ പറ്റണമെങ്കിൽ മേടിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ കേക്കായിട്ട് വരുന്നുണ്ട്. റൂത്തിന് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കിട്ടിയില്ലേ? റൂത്തിന് ബിസ്ക്കറ്റ് കിട്ടിയില്ലേ?
അതില്ല. എനിക്കൊക്കെ തോന്നുന്നേ നമുക്ക് അതേപോലെ ടേസ്റ്റ് നോക്കാൻ വരും അല്ല. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടാ. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.